പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പയറും മത്തയും കൂടി എലിശ്ശേരിയാണ് വയ്ക്കുന്നത്. പയർ നന്നായി കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ്, ഒന്നുള്ള 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ച് അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മത്തങ്ങ നന്നായി വേവിച്ചിട്ടുണ്ടായിരുന്നു. അത് തോല് കളഞ്ഞ് നന്നായി ചെറുതാക്കി കഷ്ണങ്ങളാക്കി വെച്ച് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ അത് നമ്മൾ പയറൊക്കെ നല്ലപോലെ വെന്ത് വന്നപ്പോൾ നമ്മൾ മത്തങ്ങ പയറിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു സ്പൂണ് മുളക് പൊടി, ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളത് രണ്ടാമത് കുക്കറിലേക്ക് പയർ വെന്തതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ അത് പിന്നെ മത്തങ്ങ വേവാൻ വേണ്ടി ഒന്നുകൂടി വെച്ചു. അപ്പോഴത്തേക്ക് നമുക്കൊരു അരപ്പ് റെഡിയാക്കാം. ഒരു മുറി തേങ്ങ, ഒരു നുള്ളു ജീരകം, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 3-4 വെളുത്തുള്ളി, ഒരു 3-4 പച്ചമുളക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് അങ്ങനെ മത്തങ്ങയും പയറും കൂടെ നല്ലപോലെ വെന്ത് വന്നപ്പോൾ നമ്മൾ വേറൊരു ചട്ടിയിലേക്ക് മാറ്റി അത് എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ആ പച്ചച്ചോയ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ജീരകവും കടുക്, 5-6 വറ്റൽമുളക്, ഒരു പിടി വേപ്പിൻ്റെ ഇലയും ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകും ജീരകവും പിന്നെ വേപ്പിൻ്റെ ഇലയും ഉണക്കമുളകും ഒക്കെ കൂട്ടിയിട്ടുള്ളത് നമ്മൾ അതിലിട്ട് കൊടുത്തു. അത് നല്ലപോലെ മൂത്ത് വരുമ്പോൾ കുറച്ച് തേങ്ങയും കൂടി ചിരകിയിട്ട് നല്ലപോലെ ഒന്ന് വറുത്ത് കോരിയെടുത്തു. നമ്മളത് നമ്മുടെ എലിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ വറുത്ത എലിശ്ശേരി ശരിയായി. എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.